കണ്ണൂരിൽ കർഷകനോട് ബ്രാഞ്ച് മാനേജർ മോശമായി പെരുമാറിയ സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ച് കാനറ ബാങ്ക് അധികൃതർ. കാനറ ബാങ്കിന്റെ ചന്ദനക്കാമ്പാറ ബ്രാഞ്ചിൽ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം. ലോണിനായി ബാങ്കിലെത്തിയ കർഷകനോട് മാനേജർ ഷിനോജ് തട്ടിക്കയറുകയായിരുന്നു. സംഭവത്തിൽ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെയാണ് അന്വേഷണം ആരംഭിച്ചത്. വിശദാംശങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആഭ്യന്തര അന്വേഷണവും പ്രഖ്യാപിച്ചിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും KP, ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഗ്രൂപ്പ് ലോൺ എടുക്കാൻ വേണ്ടിയാണ് ചന്ദനക്കാമ്പാറയിലെ കർഷകനായ തങ്കച്ചനും മറ്റ് ആൾക്കാരും കൂടി ഈ ബാങ്കിലെത്തിയത്. ആ ബാങ്കിലെത്തിയ സമയത്താണ് ചില വിഷയങ്ങളുടെ പേരിൽ തർക്കങ്ങൾ ഉണ്ടാവുകയും ആ തർക്കങ്ങളുടെ പേരിൽ അതൊരു പരസ്പരമുള്ള വാഗ്വാദം എന്നുള്ള രീതിയിലേക്ക് വരികയുമായിരുന്നു. ആ സമയത്താണ് ഈ ബ്രാഞ്ചിൻ്റെ മാനേജറായ ഷിനോജ് ഈ വന്ന ഉപഭോക്താവിനോട് വളരെ മോശമായി സംസാരിക്കുന്നൊരു രീതി ഉണ്ടായത്. അത് ആ വീഡിയോ നമ്മൾ കണ്ടതാണ്. ആ വീഡിയോയിൽ തന്നെ മാനേജറുടെ പെരുമാറ്റം, സ്വാഭാവികമായി ഒരു കസ്റ്റമർ എന്ന് പറയുമ്പോൾ ഒരു ഉപഭോക്താവ് എന്ന് പറയുന്നത് കിങ് ആണ്. കസ്റ്റമൈസ് ദ കിങ് എന്നാണ് ഒരു പൊതുവെയുള്ളൊരു വാക്കുകൾ. ആ വാക്കുകൾ ലംഘിക്കുന്ന രീതിയിലൊരു പ്രവൃത്തിയാണ് കാനറ ബാങ്കിൻ്റെ അവിടുത്തെ മാനേജറുടെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ സ്വാഭാവികമായും ബാങ്കിൻ്റെ മൂല്യത്തെ ഇടിക്കുന്ന അല്ലെങ്കിൽ അവരുടെ മുഖച്ഛായ തകർക്കുന്ന രീതിയിലൊരു പ്രതികരണം തന്നെയാണ് ആ മാനേജറുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ വീഡിയോ പുറത്തു വന്ന തൊട്ടു പിന്നാലെയാണ് ഈ വീഡിയോ കാനറ ബാങ്കിൻ്റെ മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവർ റീജിയണൽ ചുമതലയുള്ള ആളുകളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നത്. എളുപ്പത്തുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ ശക്തമായ നടപടിയെടുക്കാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഇന്റേണൽ എൻക്വയറി, ആഭ്യന്തര അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ആഭ്യന്തര അന്വേഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഷിനോജിൻ്റെ ഭാഗത്ത് വീഴ്ച വന്ന അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ പരിശോധന നടത്തും. അപ്പോൾ സ്വാഭാവികമായും പരിശോധന നടത്തി ഈ പെരുമാറ്റ ദൂഷ്യം എന്ന് കണ്ടു കഴിഞ്ഞാൽ പെരുമാറ്റ ദൂഷ്യം മോശമായ പെരുമാറ്റമാണ്. അതായത് സാധാരണഗതിയിൽ ഒരു സേവനത്തിനായി ബാങ്കിൽ വരുന്ന ആളോട് മര്യാദയ്ക്ക് പെരുമാറണം എന്നൊരു ചട്ടമുണ്ട്. ആ ചട്ടങ്ങളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ട് വളരെ മോശമായ പെരുമാറ്റം ഈ ഷിനോജിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ആഭ്യന്തര അന്വേഷണം നടത്തി കൃത്യമായ നടപടി ബാങ്കിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ ഈ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് മുകളിലേക്ക് സമർപ്പിക്കാൻ വേണ്ടി ഒരു തീരുമാനത്തിൽ കൂടിയാണ്. ഇതിൻ്റെ ഭാഗമായി തളിപ്പറമ്പിൽ ഈ ബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥരെയും കാസർഗോഡ് നിന്നുള്ള റീജിയണൽ ചുമതലയുള്ള ആളുകളെ അടക്കം വിളിച്ചു വരുത്തിക്കൊണ്ട് കൃത്യമായ അന്വേഷണം നടക്കുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിലും ഈ അന്വേഷണത്തിനൊടുവിൽ വളരെ പെട്ടെന്ന് തന്നെ ശക്തമായ നടപടിയിലേക്ക് ബാങ്ക് കടക്കാനുള്ള സാധ്യത തന്നെയാണ് തെളിയുന്നത്. ബ്രാഞ്ച് മാനേജർ കർഷകരോട് മോശമായി പെരുമാറിയ സംഭവത്തിലാണ് ഇപ്പോൾ കാനറ ബാങ്ക് ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മിഥുൻ പിള്ളയാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.